വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ കുറേ കോമ്പോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒത്തിരി പ്ലാന്റ്സിൻ്റെ കോമ്പോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു റീസെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തൊരു കോംബോ ആണ് ആഫ്രിക്കൻ വയലറ്റിൻ്റെ കോംബോ. അതായത് 500 രൂപയ്ക്ക് 4 പോട്ടിലുള്ള ആഫ്രിക്കൻ വയലറ്റ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്നിട്ടുള്ള കുറച്ച് ഡൗട്ട്സ് കാര്യങ്ങൾ ഒക്കെയാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ ക്ലിയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ പാക്ക് ചെയ്യുന്ന വീഡിയോ ഇതൊക്കെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഏത് രീതിയിലാണ് പാക്ക് ചെയ്തിട്ട് ഇവിടുന്ന് അയക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് സംശയങ്ങൾ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് പാക്കിങ് അയക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവുകയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ഓർഡർ ചെയ്യാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ചെയ്ത കുറച്ച് കോംബോ പ്ലാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കുറേ പേർക്ക് അറിയാമായിരിക്കും. നമ്മൾ റീസെൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആയിരുന്നു ആഫ്രിക്കൻ വയലറ്റ് ഹൈബ്രിഡ്. ഇതുപോലെ പോട്ടിൽ വരുന്ന പ്ലാന്റ്സ്, ഈ കാണുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ അയക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. എല്ലാം നല്ല ഫ്ലവറിങ് ആയിട്ട് ഉള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മളിവിടുന്ന് അയക്കുന്നത്. അപ്പം ഇത് വാങ്ങിച്ച കുറച്ച് പേരെങ്കിലും നമുക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കോംബോ എന്ന് പറഞ്ഞാൽ 500 രൂപയ്ക്ക് 4 പ്ലാന്റ്സ് പോട്ടിൽ വരുന്നത്, കൊറിയർ ചാർജ് അടക്കമായിരുന്നു നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം 1-2 പേരെങ്കിലും നമ്മുടെ അടുത്ത് പറഞ്ഞൊരു കംപ്ലയിൻറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസൊക്കെ ഞാൻ എല്ലാ വീഡിയോസിലും കാണിക്കാറുണ്ട്, കോംബോ പ്ലാന്റ്സിൻ്റെ ഒക്കെ കാണിക്കാറുണ്ട്. അപ്പം ഇപ്പം നിങ്ങൾക്ക് കാണുന്ന പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ. എല്ലാം നല്ല ഫ്ലവറിങ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കംപ്ലയിൻറ്റ്സ് വരുന്നത് എന്ന് വെച്ചാൽ 1-2 കംപ്ലയിൻറ്റ്സ് മാത്രമേ വന്നിട്ടുള്ളൂ. അതായത് പ്ലാന്റ് പൊട്ടിപ്പോയി, ഇതുപോലെ ഇലയൊക്കെ വിട്ടുപോയി, അങ്ങനെയുള്ള കാര്യം ഒത്തിരി കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഫ്രിക്കൻ വയലറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നല്ല സക്കുലൻ്റ് ആയിട്ടുള്ള പ്ലാന്റാണ്. ഇതുപോലെ പേപ്പറൊക്കെ വെച്ചിട്ട് ഇൻസുലേഷൻ ചെയ്തിട്ട് കാർഡ്ബോർഡ് ചുറ്റിയിട്ടാണ് നമ്മൾ സേഫായിട്ട് തന്നെയാണ് അയക്കുന്നത്. അപ്പോൾ നമ്മളെ ബ്ലെയിം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇത് വളരെ സക്കുലൻ്റ് ആയിട്ടുള്ള പ്ലാന്റാണ്. ആ ഒരു രീതിയിലാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ അടുത്ത് വരുന്ന മിസ്റ്റേക്കിനേക്കാൾ കൊറിയർ സർവീസുകാരുടെ കയ്യിലും കുറച്ച് മിസ്റ്റേക്സ് വരാറുണ്ട്. നമുക്കറിയാം വലിയ ലോഡൊക്കെ ഇടുന്ന സമയത്തൊക്കെ അവർ ഒത്തിരി ലോഡൊക്കെ കയറ്റി ഇടുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഇതുപോലെയുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സിന് കുറച്ചെങ്കിലും കംപ്ലയിൻറ്റ്സ് പറ്റാൻ സാധ്യതയുണ്ട്. അത് 1-2 പേര് മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. അവരോടാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങളുടെ സംശയം കൂടി ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം കൊറിയർ എടുത്തിരുന്ന സമയത്ത് അങ്ങനെയുള്ള കുറച്ച് ഡാമേജൊക്കെ പറ്റാനുള്ളൊരു സാധ്യതയുണ്ട്. അതല്ലാതെ നമ്മുടെ അടുത്ത് നിന്ന് ഇവിടുന്ന് പാക്ക് ചെയ്ത് നമ്മൾ സേഫായിട്ട് തന്നെയാണ് അയക്കുന്നത്. അങ്ങനെയുള്ള കുറച്ച് കംപ്ലയിൻറ്റ്സ് മാത്രം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ഒന്ന് പറയുകയാണ്. അപ്പോൾ അതിന് നമ്മളെ ബ്ലെയിം ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് കൊറിയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളാണ്. വീക്ക്ലി 2 ദിവസം മാത്രമേ നമ്മൾ കൊറിയർ ചെയ്യുകയുള്ളൂ. ചിലർ ക്യാഷ് ഇട്ടതിന് ശേഷം നാളെ തന്നെ അയക്കില്ലേ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ പെൻഡിങ് പേയ്മെൻറ്റ് ചെയ്തവരുടെ അനുസരിച്ചാണ് നമ്മൾ ഓർഡേഴ്സൊക്കെ അയച്ചു വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ മാത്രമേ നമ്മൾ കൊറിയർ ചെയ്യാറുള്ളൂ. നിങ്ങളുടെ കയ്യിൽ സേഫായിട്ട് പ്ലാന്റ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ അങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം ആ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ 1-2 കംപ്ലയിൻറ്റ്സ് അങ്ങനെ വന്നതുകൊണ്ട് ഞാനൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. ബാക്കി എല്ലാവർക്കും നമ്മളെടുത്ത് ഓർഡർ ചെയ്ത എല്ലാവർക്കും തന്നെ നല്ല സേഫായിട്ട് നമ്മുടെ പ്ലാന്റ്സ് കിട്ടിയെന്ന് പറഞ്ഞ് ഒത്തിരി പേര് സന്തോഷത്തോടെയൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യാതെ ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റിൻ്റെ കാര്യം അറിയാം, ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നാശമായി പോകുന്ന പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ മാത്രം വളരെ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് തണലത്തേക്ക് ഏതെങ്കിലും സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കുക. അത് കഴിഞ്ഞൊരു ഒരാഴ്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് പ്ലാന്റ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒത്തിരി കോമ്പോസ് നമുക്ക് അവൈലബിൾ ആണ്. കോമ്പോസ് അല്ലാത്ത പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ഒക്കെ നമ്മൾ ഈ ഒരു വാട്സപ്പ് നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്കൊന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാന്റ്സ് എന്നൊക്കെ കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം മാത്രം എല്ലാവരും പ്ലാന്റ്സ് ഓർഡർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു വീഡിയോയോട് കൂടി നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഒരുപാട് പേര് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ് നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. വീഡിയോസ് ഒന്നും കാണാതെ ഇങ്ങനെ ചോദിക്കുന്നവരോട് പറയാനുള്ളത്, പ്ലീസ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റായിട്ട്
നമ്മളെ വീഡിയോസിലൊക്കെ പറയുന്നുണ്ട്. കോമ്പോസ് എല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ക്യാഷ് നമ്മൾ വാങ്ങിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് പ്ലാൻസ് സേഫായി എത്തിക്കണം എന്നൊരു റെസ്പോൺസിബിലിറ്റി നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഇവിടുന്ന് പ്ലാൻസ് അയക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് ഓർക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.